പ്രിയപ്പെട്ട ശാലോം പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി ഈ ഡെയിലി മിറർ പ്രോഗ്രാമിലേക്ക് ഏറ്റവും സ്നേഹത്തോടു കൂടി സ്വാഗതം പറയുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ഈ എപ്പിസോഡുകളിലൂടെ കടന്നുപോയി. ദൈവവചനം നമ്മുടെയൊക്കെ ജീവിതത്തിൽ എപ്രകാരം പ്രയോജനപ്പെടണം എന്നായിരുന്നു കൂടുതലും നമ്മൾ പരിചിന്തനം നടത്തിയ വിഷയങ്ങൾ. ഇന്ന് ഞാനെടുക്കുന്ന വിഷയം സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ നിന്നാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകം 21-ാം അധ്യായം 3-ാം വാക്യമാണ്. നന്മയും നീതിയും അനുഷ്ഠിക്കുന്നതാണ് കർത്താവിന് ബലിയേക്കാൾ സ്വീകാര്യം. നന്മയും നീതിയും അനുഷ്ഠിക്കുന്നതാണ് കർത്താവിന് ബലിയേക്കാൾ സ്വീകാര്യം. കർത്താവ് തന്നെ പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ ആദ്യം ദൈവത്തിൻ്റെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, ബാക്കിയെല്ലാം നിങ്ങൾക്ക് അതോടുകൂടി കൂട്ടിച്ചേർത്ത് തരപ്പെടും. ദൈവത്തിൻ്റെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക. ഈ നീതിയെക്കുറിച്ച് നിരന്തരമായിട്ട് വിശുദ്ധ വചനങ്ങളിൽ നമ്മൾ വായിക്കാറുണ്ട്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും എല്ലാം നീതിവൽക്കരിക്കപ്പെടുക, നീതീകരിക്കപ്പെടുക. POC ബൈബിളിൻ്റെ പഴയ തർജ്ജമയിൽ നീതീകരിക്കപ്പെടുക എന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ പുതിയ തർജ്ജമ വരുന്നതിൽ നീതിമൽക്കരിക്കുക എന്നാണ്. ഭാഷാ പണ്ഡിതന്മാർ പറയുന്നു അതാണ് ശരിയെന്ന്. ഭാഷ എന്തെങ്കിലും ആവട്ടെ, നമ്മളെ സംബന്ധിച്ച് അതിൻ്റെ അർത്ഥം എന്താണ്? ജസ്റ്റിഫിക്കേഷനൊക്കെ ഇംഗ്ലീഷിൽ പറയാം, അല്ലെങ്കിൽ റൈച്ചസ്നെസ്, നീതി. ആ നീതി എന്ന് പറയുന്നത് കേവലം ഒരു കൊടുക്കാനുള്ളത് കൊടുക്കുന്നതിനെക്കുറിച്ചല്ല ഈ പറയുന്നത്. നന്മയും നീതിയും പ്രവർത്തിക്കുകയാണ് കർത്താവിന് ബലിയേക്കാൾ സ്വീകാര്യം. നന്മ തീർച്ചയായിട്ടും നമുക്കറിയാം അതെന്താണെന്നുള്ളത്. തിന്മയല്ലാത്തത്, മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നത്, സന്തോഷം നൽകുന്നത്, ദൈവപ്രീതികരമായിട്ടുള്ളത് എന്നൊക്കെ അതിനെ നമുക്ക് വ്യാഖ്യാനിക്കാം. നേരെ മറിച്ച് നീതി എന്ന് പറയുന്നത് വളരെ വിശാലമായ ഒരർത്ഥമാണ് ഇതിനുള്ളത്. വിശുദ്ധ യൂസേപ്പിനെ കുറിച്ച് പറയുന്ന ആ നീതിമാൻ എന്നുള്ള ഭാഗം ഈ ഡെയിലി മിററിലൂടെ പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. തനിക്ക് അപമാനവും ഒരുപക്ഷെ മരണവും ഏറ്റുവാങ്ങേണ്ടി വരും എന്നുള്ള സന്ദർഭത്തിൽ പോലും തൻ്റെ ഭാര്യയ്ക്ക് ഒരപമാനം പോലും ഉണ്ടാകരുത് എന്നുള്ള ആ ചിന്തയുള്ള വ്യക്തിയെയാണ് നീതിമാൻ എന്ന് വിളിക്കുന്നത്. 1 മൈൽ പോകാൻ ആവശ്യപ്പെടുന്നവൻ്റെ കൂടെ 2 മൈൽ പോകുന്നതിനെയാണ് നീതി എന്ന് വിളിക്കുന്നത്. ഒരു ചെകിടത്തടിക്കുമ്പോൾ മറ്റേ ചെകിട് കാണിച്ചു കൊടുക്കുന്നതിനെയാണ് നീതി എന്ന് വിളിക്കുന്നത്. മണ്ടനാകുക എന്നുള്ളതല്ല, അതിലുപരി വൈരാഗ്യത്തോടു കൂടി, വിദ്വേഷത്തോടു കൂടി പ്രതികാരം ചെയ്യാതിരിക്കുക. കുപ്പായം വേണമെന്ന് ആവശ്യപ്പെടുന്നതിന് പുറം കുപ്പായം കൂടി കൊടുക്കുക. ഇതൊക്കെയാണ് നീതി എന്ന് പറയുന്നത്. നിങ്ങളുടെ നീതി നിയമജ്ഞരുടെയും ഫരിസേയരുടെയും ഒക്കെ നീതിയെ അത് ലംഘിക്കണം. പഴയ നിയമത്തിൽ നീതി എന്ന് പറയുന്നത് കൃത്യമായിട്ടും അവിടുന്ന് എന്താണോ ഇങ്ങോട്ട് കിട്ടിയത് അതുപോലെ ഒന്ന് അങ്ങോട്ട് കൊടുക്കുക. നീതി. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്. ഒരു കണ്ണ് കുത്തിപ്പൊട്ടിച്ചാൽ പകരം ഒരു കണ്ണ് കുത്തിപ്പൊട്ടിക്കുക. ഒരു കാല് തല്ലി ഓടിച്ചാൽ അവൻ്റെ ഒരു കാല് തല്ലി ഓടിക്കുക. അതിൽ കൂടുതലൊന്നും പാടില്ല. പക്ഷേ അതല്ല നമ്മൾ പറയുന്ന നീതി, അതല്ല. ഇവിടെ നീതി എന്നുള്ള സങ്കല്പം എന്താണ്? അത് ദൈവികമായ സ്വഭാവമാണ്. നീതി അനുഷ്ഠിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ദൈവം ചിന്തിക്കുന്നത് പോലെയും ദൈവം പ്രതികരിക്കുന്നത് പോലെയും ദൈവം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പോലെയൊക്കെ ചെയ്യുക. അങ്ങനെ വരുന്നതാണ് നീതിമൽക്കരണം, ബീയിങ് റൈച്ചസ് എന്ന് പറയുന്നത്. പൗലോസ്ലീഹയുടെ ലേഖനത്തിൽ നിരന്തരമായിട്ട് ഇത് ആവർത്തിക്കപ്പെടുന്നതാണ് നീതിമത്കരണം.
അതായത് ദൈവത്തിൻ്റെ സ്വഭാവം നമ്മൾ ആർജിച്ചെടുക്കുക എന്നുള്ളതാണ്. മറ്റൊന്നുമല്ലത്. നമ്മളിലുള്ള തിന്മയുടെ അംശം കുറേശ്ശെ കുറേശ്ശെ പോകണം. അങ്ങനെ പോകുമ്പോൾ നമ്മൾ കാലക്രമത്തിൽ നീതിവൽക്കരിക്കപ്പെടും, ദൈവികമായ പ്രകൃതിയുള്ളവരായിത്തീരും. അങ്ങനെ നമ്മൾ കാലക്രമത്തിൽ ഏതാണ്ട് ദൈവത്തെ പോലെ ആയിത്തീരും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നാണ് ഈ സുഭാഷിതങ്ങൾ പറയുന്നത്? നന്മയും നീതിയും അനുഷ്ഠിക്കുന്നതാണ് കർത്താവിന് ബലിയേക്കാൾ സ്വീകാര്യം. നീതി, ബലി എന്ന് പറയുന്നത് എന്താണ് നമുക്കറിയാം. അത് പാപപരിഹാരത്തിനുള്ള, ദൈവത്തെ പ്രീതിപ്പെടുത്താനൊക്കെ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണതെല്ലാം. യഹൂദരെ സംബന്ധിച്ച് ജെറൂസലം ദേവാലയത്തിൽ ഓരോ ദിവസവും 100 കണക്കിന് ബലികളുണ്ടായിരുന്നു. വർഷത്തിൽ പല പ്രാവശ്യങ്ങളായിട്ട് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മൃഗങ്ങളെ ബലിയർപ്പിച്ചിരുന്നു. എല്ലാം എന്തിനു വേണ്ടിയിട്ടാണ്? പാപപരിഹാരത്തിന് വേണ്ടിയിട്ട്. അതെല്ലാം കൃത്യം നിയമങ്ങളായിട്ട് എഴുതി വച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ നിയമങ്ങളെല്ലാം കർത്താവ് പൂർത്തിയാക്കി. പ്രധാന പുരോഹിതൻ ദേവാലയത്തിൽ പ്രവേശിച്ച് മൃഗങ്ങളെ ബലിയർപ്പിച്ചിരുന്നത്, അല്ലെങ്കിൽ ധാന്യങ്ങൾ ബലിയർപ്പിച്ചിരുന്നത്, എണ്ണ ബലിയർപ്പിച്ചിരുന്നത് തൻ്റെയും തൻ്റെ ജനത്തിൻ്റെയും പാപത്തിന് പരിഹാരമായിട്ടാണ്. നേരെ മറിച്ച് ഈ നീതി പ്രവർത്തിക്കുക, അനുഷ്ഠിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നതല്ല പ്രത്യേകത. ഒരു തരത്തിൽ പറഞ്ഞാൽ ചെയ്യാതിരിക്കുന്നതാണ്. അതായത് ദൈവത്തിന് ചേരാത്തതൊന്നും ചെയ്യാതിരിക്കുക, അതാണ് നീതി അനുഷ്ഠിക്കുക. അല്ലെങ്കിൽ ഭാവാത്മകമായി പറഞ്ഞാൽ ദൈവം ചെയ്യുന്നത് പോലെ ചെയ്യുക. ചിലപ്പോഴൊക്കെ നമ്മൾ നാടൻ ഭാഷയിൽ വഴക്കുണ്ടാക്കുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും നുണ പറയുമ്പോൾ, ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോഴൊക്കെ പറയാറില്ലേ, ദൈവത്തിന് നിരക്കാത്തത് നീ പറയരുത്, ദൈവത്തിന് നിരക്കാത്തത് നീ പറയരുത്, അല്ലെ ചെയ്യരുത്. എന്താ ദൈവത്തിന് നിരക്കാത്തത്? ദൈവത്തിന് നിരക്കാത്തത് സത്യമല്ലാത്ത കാര്യം, ആത്മാർത്ഥമില്ലാത്ത കാര്യം, വെറും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്, ഇതൊന്നും ദൈവത്തിന് ചേരുന്നതല്ല. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ നീതിക്ക് വിരുദ്ധമാണ്. നമ്മൾ നീതി പ്രവർത്തിക്കുന്നവരാണെങ്കിൽ നമുക്ക് വെറുതെ അനാവശ്യമായിട്ട് ആരോപണങ്ങൾ ഉന്നയിക്കാൻ കഴിയില്ല. നമുക്ക് വെറുതെ തോന്നുന്നത് പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയില്ല. മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ കഴിയില്ല. അവരുടെ നന്മയിൽ അസൂയപ്പെടാൻ കഴിയില്ല. അവരുടെ പ്രയാസാവസ്ഥയെ കണ്ടില്ല എന്ന് നടിക്കാൻ കഴിയില്ല. അങ്ങനെയൊക്കെ നമ്മൾ ഈ നീതിവൽക്കരിക്കപ്പെട്ട് കഴിയുമ്പോൾ നമ്മളിൽ തന്നെ വലിയ മാറ്റങ്ങളുണ്ടാകും. ഇതിനെയാണ് ആവശ്യപ്പെടുന്നത്, നിങ്ങളിത് ചെയ്യുക, നിങ്ങൾ നീതിവൽക്കരിക്കപ്പെടുക. അപ്പോൾ ഈ നീതി അനുഷ്ഠിക്കുക എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, അത് ദൈവത്തെ പോലെ അല്ലെങ്കിൽ ദൈവികമായ പ്രകൃതിയിലേക്ക് ഉയരുന്ന ആ ഒരു അവസ്ഥാവിശേഷമാണ്. സമയമെടുക്കും അതിന്. നമുക്ക് അങ്ങനെ ചെയ്യാൻ കഴിയുമ്പോൾ ബാക്കിയെല്ലാം ചെയ്തു തരപ്പെടും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ആദ്യം ദൈവത്തിൻ്റെ രാജ്യം അന്വേഷിക്കുക, അവിടുത്തെ നീതി അന്വേഷിക്കുക. ദൈവത്തിൻ്റെ രാജ്യം സ്നേഹത്തിൻ്റെ രാജ്യമാണ്, പങ്കുവയ്ക്കലിൻ്റെ രാജ്യമാണ്, പരസ്പരം ക്ഷമിക്കുന്നതിൻ്റെ രാജ്യമാണ്. അങ്ങനെയുള്ളവർ വസിക്കുന്ന ഇടമാണ് ദൈവത്തിൻ്റെ ഇടമെന്ന് പറയുന്നത്, അല്ല രാജ്യമെന്ന് പറയുന്നത്. അത് നിങ്ങൾ അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളങ്ങനെ ആയിത്തീരുക. നിങ്ങളങ്ങനെ ആയിത്തീരുമ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ അവിടുത്തെ നീതി അന്വേഷിക്കുക. നിങ്ങൾ നീതി അന്വേഷിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നിങ്ങളിലുള്ള തിന്മകൾ ഇല്ലായ്മ ചെയ്യേണ്ടി വരും, നന്മ പ്രവർത്തിക്കേണ്ടി വരും. അപ്പോൾ ചുരുക്കത്തിൽ നിങ്ങൾ ദൈവവുമായിട്ട് കൂടുതൽ അടുക്കും. ദൈവവുമായിട്ട് കൂടുതൽ അടുത്തിട്ട് ദൈവത്തോട് ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ചെയ്ത് കിട്ടും. ഇതാണ് കർത്താവ് പറയുന്നത്. അതുകൊണ്ടാണ് അവിടുന്ന് പറയുന്നത്, നിങ്ങൾക്ക് ആരോടെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിച്ചിട്ട് പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് ആരോടെങ്കിലും വിരോധമുണ്ടെങ്കിൽ, അല്ലെ നിങ്ങളോട് ആരെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഭാഗത്തെങ്കിലും ക്ലിയർ ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ ബലി അർപ്പിക്കുക. സ്വാഭാവികമായിട്ടും നിങ്ങളുടെ മനസ്സിൽ വെറുപ്പും വിദ്വേഷവും അസൂയയും സ്വാർത്ഥതയും എല്ലാം വെച്ചുകൊണ്ട് ദൈവത്തോട് ചോദിച്ചാൽ അത് ദൈവത്തിന് ചെയ്തു തരാൻ കഴിയില്ല, അത് കേൾക്കാനായിട്ട് കഴിയില്ല. കാരണം അങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മുടെ ചോദ്യങ്ങൾ ആ രീതിയിലുള്ളതായിരിക്കും, അത് ദൈവത്തിന് ചേരാത്തതായിരിക്കും. നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം തരാൻ ദൈവത്തിന് കഴിയില്ല, കാരണം ആ ദൈവത്തിൻ്റെ പ്രകൃതിക്ക് ചേരുന്നതല്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിനെ പോലെ
നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ എന്ന് കർത്താവ് പറയുന്നത് ദുഷ്ടരുടെ മേലും ശിഷ്ടരുടെ മേലുമൊക്കെ സൂര്യനെ ഉദിപ്പിക്കുകയും മഴയെ പെയ്യിക്കുകയും ചെയ്യുന്ന നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ്, ആ സ്വർഗസ്ഥനായ പിതാവിനെ പോലെ നിങ്ങൾ പരിപൂർണരായിരിക്കുക. നിങ്ങൾക്ക് വിരോധമുണ്ടെങ്കിൽ അതൊക്കെ ക്ഷമിച്ചിട്ട് പിതാവിനോട് ചോദിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്ത് കിട്ടും. അപ്പോൾ ഈ നീതി ചെയ്യേണ്ടത്, അനുഷ്ഠിക്കേണ്ടതിൻ്റെ ആവശ്യം എന്താണ്? നമ്മുടെ പ്രാർത്ഥനകളൊക്കെ ശ്രവിക്കപ്പെടാനുള്ളൊരു മാർഗവും അതിനുള്ള ഉപാധിയുമാണത്. നമ്മുടെ പ്രാർത്ഥനകൾ ശ്രവിക്കപ്പെടണമെങ്കിൽ ഇത് കൂടിയേ കഴിയൂ. ഇനി ഇതൊക്കെയാണെങ്കിലും എല്ലാം ചെയ്തു തരും എന്ന് ഉറപ്പ് വല്ലതുമുണ്ടോ? ഇല്ല. മനുഷ്യരെന്ന നിലയിൽ നമ്മളുടെ ബുദ്ധിയിൽ ഉദിക്കുന്ന കാര്യങ്ങളാണ് ചോദിക്കുന്നത്. അതെപ്പോഴും നമുക്ക് നന്മയാകണമെന്നില്ലല്ലോ. ചില സന്ദർഭങ്ങളിൽ നമ്മൾ കണ്ടിട്ടില്ലേ, നമ്മൾ കയറാനിരുന്ന ബസ് അത് കൃത്യസമയത്ത് ചെല്ലാതിരുന്നു കൊണ്ട് വിട്ടുപോയി. പക്ഷേ ആ പോകുന്ന ബസ് എന്തെങ്കിലും അപകടത്തിൽപ്പെട്ട് ഒരുപാട് പേര് മരിക്കുന്നു. ദൈവം നമ്മളെ സംരക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ ചോദിക്കുന്ന എല്ലാ കാര്യവും ഒന്നും ദൈവം തന്നെന്ന് വരില്ല. എന്തേ ദൈവം എനിക്ക് കൃത്യസമയത്ത് പോകേണ്ടതല്ലാഞ്ഞോ, എനിക്ക് പരീക്ഷ എഴുതേണ്ടതല്ലായിരുന്നോ? അത് ശരി, പരീക്ഷ എഴുതിയില്ലെങ്കിൽ എനിക്ക് പരീക്ഷയിൽ തോൽവി സമ്മതിക്കേണ്ടി വരുമെന്നേ ഉള്ളൂ. പക്ഷേ ആ അപകടത്തിൽപ്പെട്ടിരുന്നെങ്കിൽ എൻ്റെ ജീവൻ തന്നെ പോകുമായിരുന്നു. ഈ ഒരു കാര്യം നമ്മൾ നിരന്തരമായിട്ട് ഓർത്തിരിക്കുക. നമ്മൾ ഇപ്രകാരം ഈ ദൈവത്തോട് ചോദിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്ത് കിട്ടണമെങ്കിൽ ഈ നീതിമൽക്കരണം നടന്നേ മതിയാകും. നമ്മൾ റൈച്ചസ്നെസ് ഉള്ളവരാകണം. അതിലേക്കുള്ള പ്രയാണമാണ് നമ്മുടെ ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത്. അതിലേക്കുള്ള പ്രയാണമാണത്. അത് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ സ്വർഗപ്രവേശനമാണത്, സ്വർഗീയമായ അനുഭവമാണത്. നമുക്കറിയാം, പൂർണ്ണമായിട്ടും ഈ നീതിമൽക്കരണം അത് സ്വർഗത്തിൽ മാത്രമേ ഉള്ളൂ. ഈ ഭൂമിയിൽ നടക്കുന്നതൊക്കെ അപൂർണമാണ്. കാരണം നമ്മുടെ ശരീരവുമെല്ലാം അപൂർണമാണ്. എന്താണ്, അതിനകത്തൊക്കെ തിന്മ നിറഞ്ഞതാണ്. അതേ സമയത്ത് നമ്മൾ അങ്ങോട്ട് പോകാനുള്ള നമുക്കുള്ള മാർഗമാണ് ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത്. നമ്മുടെ കുർബാനയും കുമ്പസാരവും മറ്റ് കൂദാശകളും ഭക്തകൃത്യങ്ങളും എല്ലാ കാര്യങ്ങളും എന്തിനു വേണ്ടിയിട്ടാണ്? ഈ നീതിമൽക്കരണം നമ്മളിൽ സാധ്യമാകാൻ വേണ്ടിയിട്ടാണ്. കേവലം ഒരു അനുഷ്ഠാനത്തിന് വേണ്ടിയിട്ടല്ല. നമുക്കറിയാം, ഇംഗ്ലീഷിൽ ഈ സേക്രഡ് ആൻഡ് പ്രൊഫൈൻ എന്ന് പറയും. സേക്രഡ് ആൻഡ് പ്രൊഫൈൻ, അതായത് സേക്രഡ് എന്ന് പറഞ്ഞാൽ വിശുദ്ധം, പ്രൊഫൈൻ എന്ന് പറഞ്ഞാൽ ലൗകികം. അപ്പോൾ നമ്മൾ കുറേയെല്ലാം ലൗകികമാണ്. ആ ലൗകികത്തെ നമ്മൾ ഈ സേക്രഡായിട്ട് രൂപാന്തരപ്പെടുത്തണം. നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പത്രോസിൻ്റെ കാല് കഴുകാൻ വരുമ്പോൾ കർത്താവിനോട് പത്രോസ് പറയുന്ന കാര്യം, എൻ്റെ കാല് കഴുകണ്ട എന്ന് പറയുമ്പോൾ കർത്താവ് പറയും, നിൻ്റെ കാല് എന്നെക്കൊണ്ട് നീ കഴുകിക്കുന്നില്ലെങ്കിൽ എൻ്റെ കൂടെ നിനക്ക് പങ്കില്ല. അങ്ങനെയാണെങ്കിൽ എൻ്റെ തലയും കാലും എല്ലാം കഴുകിയേരെ. ഇതേക്കുറിച്ച് പരിശുദ്ധ പിതാവ് ബെനഡിക്ട് മാർപ്പാപ്പ പറയുന്നത്, ഈ കാല് കഴുകൽ എന്ന് പറയുന്നത് കുളി കഴിഞ്ഞവൻ, നീ കുളിച്ചവനാണ് നിൻ്റെ കാല് മാത്രം കഴുകാമെന്ന് കർത്താവ് പറയുന്നുണ്ട്. ആ കാല് കഴുകൽ എന്ന് പറയുന്നത് നമ്മുടെ പാപം മോചിക്കലാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മൾ നീതിമൽക്കരിക്കപ്പെടുന്ന അതിലൂടെയാണ്. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ കർത്താവ് നമ്മുടെ പാപങ്ങൾ മോചിക്കുന്നു. ആ മോചിക്കലിലൂടെ നമ്മൾ കൂടുതൽ കൂടുതൽ നീതിമൽക്കരിക്കപ്പെടുന്നു. നമ്മൾ കൂടുതൽ നീതിയുള്ളവരാകുന്നു, നീതി അനുഷ്ഠിക്കുന്നവരാകുന്നു. ചുരുക്കത്തിൽ ഇവിടെ ഈ സുഭാഷിതങ്ങൾ പറഞ്ഞതിൻ്റെ വേറൊരു വശം എന്താണ്? ഈ നീതിമൽക്കരിക്കപ്പെടണമെങ്കിൽ നമ്മൾ നമ്മുടെ കാല് കഴുകാനായിട്ട് കർത്താവിന് നീട്ടിക്കൊടുക്കണം. ശരിയാണ്, നമ്മൾ കുളി കഴിഞ്ഞവരാണ്. നമുക്കറിയാം, ആ കുളിയെക്കുറിച്ചൊക്കെ യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറയുന്നത്, ഏകസത്യദൈവമായ അവിടുത്തെയും അവിടുന്ന് അയച്ച യേശു ക്രിസ്തുവിനെ അറിയുക, അതാണ് യഥാർത്ഥത്തിലുള്ള നിത്യജീവനെന്ന് യോഹന്നാനിലൂടെ കർത്താവ് പറയും. അപ്പോൾ ആ അറിവിലുള്ള കുളിയാണ് ജ്ഞാനസ്നാനം. നമുക്കതറിയാം, പത്രോസിന് അറിയാമായിരുന്നത് പോലെ. എങ്കിലും നമ്മുടെ കാലിലെല്ലാം ചെളിയുണ്ട്. അതും കൂടെ കഴുകിക്കളഞ്ഞെങ്കിലേ ഈ നീതിമൽക്കരണം പൂർത്തിയാവുകയുള്ളൂ. അതായത് ഈ ലോകത്തിൻ്റെ സ്വാധീനങ്ങൾ നമ്മളിൽ എന്നും ഉണ്ടാകും. കർത്താവ് പ്രാർത്ഥിച്ച അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്താണ്? ഈ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല, ദുഷ്ടനിൽ നിന്ന് കാത്തുകൊള്ളണം. കാരണം അവരിവിടെയാണ് ജീവിക്കുന്നത്. നമ്മൾ ശരീരമുള്ളവർ ഈ ലോകത്തിലല്ല ജീവിക്കാൻ പറ്റുള്ളൂ. ഈ ലോകത്ത് ജീവിക്കുമ്പോൾ കുറേയെല്ലാം നമ്മൾ
സ്വാധീനിക്കപ്പെടുകയില്ലേ? നമ്മളിങ്ങനെ വണ്ടിയെ പോകുമ്പോൾ, നടന്നു പോകുമ്പോൾ നമ്മുടെ കണ്ണുകൾ ഇരുവശങ്ങളിലേക്കും പോവുകയില്ലേ? എന്തെല്ലാം കാര്യങ്ങൾ കാണുന്നു, കേൾക്കുന്നു, തെറി പറയുന്നു, കേൾക്കുന്നു. ഉദാഹരണത്തിന് നമ്മുടെ ചെവി കൊണ്ട് കേൾക്കുന്നതാണ്. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിലും വേണ്ടെങ്കിലും കുറേ കാര്യങ്ങൾ നമ്മളെ ഈ ലോകത്തിൽ സ്വാധീനിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ കൂട്ടുകാരൊരു പക്ഷേ മദ്യപിക്കാൻ പോവുകയാണെങ്കിൽ മദ്യപിക്കണമെന്നൊരു തോന്നൽ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. അപ്പോൾ ഈ ലോകത്തിൻ്റെ സ്വാധീനമാണത്. അതിൽ നിന്നെല്ലാം നമ്മൾ വിമുക്തരാകണം. വിമുക്തരാകാനായിട്ടുള്ള മാർഗം എന്താണ്? അതാണ് കർത്താവ് പത്രോസിനോട് പറഞ്ഞത്, നിൻ്റെ കാല് എന്നെ കൊണ്ട് നീ കഴുകാൻ എന്നെ അനുവദിക്കുന്നില്ലെങ്കിൽ എന്നോടുകൂടി നിനക്ക് പങ്കില്ല. നിൻ്റെ കാല് ഞാൻ കഴുകണം. അപ്പോൾ നമ്മുടെ ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത് ഈ കാല് കഴുകാൻ വേണ്ടിയിട്ടാണ്. കർത്താവിനെ കൊണ്ട് കാല് കഴുകിക്കുക, നമ്മൾ പരസ്പരം കാല് കഴുകുക. അവിടെ അതുമുണ്ട്. കർത്താവാണ് നമ്മുടെ പാപങ്ങൾ മോചിക്കുന്നത്. അതേ സമയത്ത് കർത്താവിൻ്റെ ആ ദൗത്യ നിർവഹണം തന്നെയാണ് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത്. ഇപ്രകാരമുള്ള ആ പാപം കഴുകിക്കളയൽ നമ്മുടെ ഭാഗത്തുണ്ടാവണം. അതാണ് നമ്മളിപ്രകാരം ഈ തെറ്റുകളെല്ലാം നമ്മൾ നീക്കിക്കളയുമ്പോൾ നമ്മൾ സീക്രട്ടായി മാറുന്നെന്ന് പറഞ്ഞതാണ്. ദൈവത്തിനു വേണ്ടി മാത്രം മാറ്റിവെക്കപ്പെട്ടവരായി മാറുന്നു. ഈ നീതിവൽക്കരിക്കപ്പെടുക, വിശുദ്ധീകരിക്കപ്പെടുക എന്നൊക്കെ പറഞ്ഞ ഒന്ന് തന്നെയാണത്. വിശുദ്ധീകരിക്കപ്പെടുക എന്ന് പറഞ്ഞ അർത്ഥം ഈ സീക്രട്ട് ആക്കുക, പ്രൊഫൈനിൽ നിന്ന് മാറ്റിവെക്കുക, ലൗകികത്തിൽ നിന്ന് ആ ഒരു വിശുദ്ധമായതിലേക്ക് മാറ്റുക. അങ്ങനെ മാറ്റുന്നതിനെയാണ് വിശുദ്ധീകരിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ സുഭാഷിതങ്ങൾ പറഞ്ഞതാണ്, നന്മയും നീതിയും അനുഷ്ഠിക്കുന്നതാണ് കർത്താവിന് ബലിയേക്കാൾ സ്വീകാര്യം. ബലി സ്വീകാര്യമല്ല എന്ന് പറയുന്നില്ല. തീർച്ചയായിട്ടും പഴയ നിയമത്തിൽ ഒരുപാട് ബലികൾ അർപ്പിച്ചിരുന്നു. അത് മുഴുവൻ സ്വീകാര്യമല്ല എന്ന് നമ്മൾ പറയേണ്ട കാര്യമില്ല. സ്വീകാര്യമായിരുന്നു. അതേസമയത്ത് നിങ്ങളുടെ ബലികൾ ഞാൻ വെറുക്കുന്നു എന്നും പ്രവാചകനിലൂടെ പറയുന്നുണ്ട്. അതായത് ഈ നീതിവൽക്കരിക്കപ്പെടാതെ കർത്താവ് നമ്മുടെ പാദങ്ങൾ കഴുകാൻ നമ്മൾ അനുവദിക്കാതെ നമ്മൾ ബലിയർപ്പിച്ച് കഴിയുമ്പോൾ അത് സ്വീകാര്യമാവുകയില്ല. അപ്പോൾ കർത്താവിന് നമ്മുടെ ബലികൾ സ്വീകാര്യമാകുന്നത് എപ്പോഴാണ്? ഈ നീതിയിൽ ഉറച്ചു നിന്നുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോഴാണ്. അതില്ലാത്ത ബലി ഒരിക്കലും സ്വീകരിക്കപ്പെടുകയില്ല. ഇനി നമ്മളൊന്ന് വിലയിരുത്തി നോക്കുക. നമ്മൾ അനുദിന ജീവിതത്തിൽ, ക്രൈസ്തവ ജീവിതത്തിൽ അനുഷ്ഠിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ യഥാർത്ഥത്തിൽ നമ്മളെ ഈ നീതിവൽക്കരണത്തിന്, ദൈവത്തെങ്കിലേക്ക് അടുക്കുന്നതിന് സഹായിക്കുന്നുണ്ടോ? നമ്മൾ ധരിക്കുന്ന വെന്തിങ്ങിയോ കൊന്തയോ എന്തെങ്കിലും ആവട്ടെ, ഇതൊക്കെ ആവാം. ഇതൊക്കെ നമ്മളെ യഥാർത്ഥത്തിൽ ഈ നീതിവൽക്കരണത്തിലേക്ക് നമ്മളെ നയിക്കുന്നുണ്ടോ? ചോദ്യം അവിടെയാണ്. അല്ലെങ്കിൽ നമ്മുടെ കുർബാനയും കുമ്പസാരമൊക്കെ നമ്മളെ അതിലേക്ക് നയിക്കുന്നുണ്ടോ? അതോ കേവലം ഒരു ചടങ്ങായി മാറുകയാണ്? നമ്മുടെ പെരുന്നാളുകളെക്കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കുക. ഈ പെരുന്നാളുകളുടെ ഉദ്ദേശം എന്താ വാസ്തവത്തിൽ? ഈ നീതിവൽക്കരണമല്ലേ? അത് നമ്മളുടെ ഈ ക്രൈസ്തവ ജീവിതത്തിലെ ഒരു എന്താ പറയുക, പ്രധാന ഘടകമാണ് തിരുനാളുകൾ. നമ്മൾ വിശുദ്ധരുടെ ഓർമ്മ ദിനങ്ങളാണ് ആചരിക്കുന്നത്. അതായത് ഇപ്രകാരം നീതിവൽക്കരിക്കപ്പെട്ടവരുടെ ചില മാതൃകകൾ നമ്മൾ എടുത്തു കാണിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പറയുന്നത് എന്താണ്? അതുപോലെ ഈ വ്യക്തിയെപ്പോലെ നമ്മൾ നീതിവൽക്കരിക്കപ്പെടണം. അതാണ് ബലിയേക്കാൾ പ്രാധാന്യമർഹിക്കുന്ന കാര്യം. ബലി ആർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. നേരെ മറിച്ച് ഇങ്ങനെയുള്ള ഒരു നീതിവൽക്കരണത്തിലൂടെ കടന്നു പോവുക എന്നുള്ളത് എല്ലാവർക്കും സാധ്യമായ കാര്യമൊന്നുമല്ല, എളുപ്പമല്ല. പക്ഷെ അതിലേക്കാണ് നമ്മളീ തിരുനാളുകളൊക്കെ വിളിക്കുന്നത്. ഈ പള്ളികൾ പോലും എന്തിനാണ്? ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് നമ്മുടെ മക്കൾക്ക് സാഹചര്യമൊരുക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. യഥാർത്ഥത്തിൽ ഈ തിരുനാളുകളും നമ്മുടെ പള്ളികളും നമ്മുടെ അനുഷ്ഠാനങ്ങളും ഈ നീതിവൽക്കരണത്തിലേക്ക് നമ്മളെ നയിക്കുന്നോ? അതോ കേവലം ചില ബലികളായിട്ട് അവ അവശേഷിക്കുന്നോ? ഈ ചോദ്യം നമ്മൾ നിരന്തരമായിട്ട് ചോദിക്കണം. പലരും പറയും തിരുനാളുകളൊക്കെ നമുക്കൊന്ന് കൂടി ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ്. ശരിയാണ്, സാമൂഹികമായ ഒരു ചടങ്ങ് കൂടിയാണ്. പക്ഷേ അതിനിടയിൽ കാതലായ ഭാഗം മറന്നുപോയാലോ? അതിൻ്റെ അവശ്യ ഘടകത്തെ മറന്നിട്ട് അനാവശ്യ ഘടകത്തെ നമ്മൾ കൂടുതലായിട്ട് സ്വീകരിച്ച് കഴിയുമ്പോൾ എന്തായിരിക്കും സ്ഥിതി? നമ്മുടെ തിരുനാൾ പ്രദക്ഷിണങ്ങൾ, ആ പ്രദക്ഷിണങ്ങളിൽ മുമ്പ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളതാണ്, അത്
അന്നത്തെ ഓർമ്മ ആചരിക്കുന്ന വിശുദ്ധൻ്റെ ആ വിശുദ്ധിയെക്കുറിച്ചുള്ള ഒരു പ്രഘോഷണമാണത്. ആ പ്രഘോഷണത്തെ നമ്മൾ മറന്നിട്ട് മറ്റൊരു സാംസ്കാരിക ഘോഷയാത്രയാക്കി അതിനെ മാറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് നീതിവൽക്കരണത്തിന് കാരണമാകുന്നില്ല. നമ്മുടെ വീടുകളിലൊക്കെ പള്ളി പെരുന്നാളുകളോടനുബന്ധിച്ച്, ക്രിസ്മസിനോടനുബന്ധിച്ച്, ഈസ്റ്ററിനോടനുബന്ധിച്ച് ബന്ധുക്കളൊക്കെ വരും. അതും ഇതുപോലെ തന്നെ നമുക്ക് ഈ നീതിവൽക്കരണത്തിന് ഇടയാകേണ്ടതല്ലേ? പരസ്പരമുള്ള സ്നേഹം വർദ്ധിപ്പിക്കാൻ, കൂട്ടായ്മ വർദ്ധിപ്പിക്കാൻ, പരസ്പരം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തീർക്കാനുള്ള അവസരങ്ങളാകാൻ ഉപയോഗിക്കണ്ടേ? അതുകൊണ്ടാണ് വചനം പറയുന്നത്, നന്മയും നീതിയും അനുഷ്ഠിക്കുന്നതാണ് കർത്താവിന് ബലിയേക്കാൾ സ്വീകാര്യം. നന്മയും നീതിയും പ്രവർത്തിക്കുന്നതാണ് കർത്താവിന് ബലിയേക്കാൾ സ്വീകാര്യം. ബലി വേണ്ടെന്നാരും പറയരുത്, നേരെ മറിച്ച് അത് ഇതിൻ്റെ ഭാഗം മാത്രമായിട്ട് തീരണം. അങ്ങനെ തീരുമ്പോഴാണ് നമുക്ക് പറയാൻ സാധിക്കുക യഥാർത്ഥത്തിൽ നമ്മൾ നീതിവൽക്കരിക്കപ്പെട്ടു എന്ന്, ദൈവത്തോട് അടുത്തു എന്ന്. അങ്ങനെ ദൈവത്തോട് അടുത്തടുത്ത് പോകുന്നതിനെയാണ് സ്വർഗീയമായിട്ടുള്ള അനുഭവം, നിത്യജീവിതം എന്നൊക്കെ വിളിക്കുന്നത്. ആ നിത്യജീവിതത്തിലേക്കാണ് നമ്മൾ ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നത്. അതിനുള്ള മാർഗമാണ് നമ്മുടെ എല്ലാ ഭക്തകൃത്യങ്ങളും, നമ്മുടെ ക്രൈസ്തവ ജീവിതവും. പ്രിയമുള്ളവരെ, നമുക്ക് അങ്ങനെ നീതിവൽക്കരിക്കപ്പെട്ടവരായിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ ആയിരിക്കാൻ കഴിയട്ടെ എന്നും നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, ബലിയേക്കാൾ ശ്രേഷ്ഠം അനുസരണമാണെന്ന് നീ പറയുന്നു. ഇവിടെ പഴയ നിയമത്തിലെ സുഭാഷിതങ്ങളിലൂടെ ഞങ്ങളോട് പറയുന്നു, നന്മയും നീതിയും പ്രവർത്തിക്കലാണ് ബലിയേക്കാൾ ശ്രേഷ്ഠമെന്ന്. അനുസരണം, നന്മ, നീതി ഇതെല്ലാം ഒന്ന് തന്നെയാണല്ലോ കർത്താവേ. ഞങ്ങളുടെ തന്നെ ക്രൈസ്തവ ജീവിതത്തിലേക്ക് ഒന്നുകൂടി തിരിഞ്ഞു നോക്കുവാനായിട്ട്, ഞങ്ങളുടെ അനുഷ്ഠാനങ്ങളെയും ഞങ്ങളുടെ വിശ്വാസ പ്രകടനങ്ങളെയും എല്ലാം ഇപ്രകാരം ഞങ്ങൾ നീതിവൽക്കരിക്കപ്പെടാനായിട്ട്, നന്മ പ്രവർത്തിക്കാനുള്ള വ്യക്തികളായിട്ട് തീരാനുള്ള മാർഗങ്ങളാവട്ടെ കർത്താവേ. ഞങ്ങളുടെ മനസ്സുകളെയും ഹൃദയങ്ങളെയും അതിനായി ഒരുക്കണമേ. ഞങ്ങളുടെ സഭാ സമൂഹങ്ങളെ, ഇടവക സമൂഹങ്ങളെ അനുഗ്രഹിക്കണമേ.